നമസ്കാരം. തന്നോടും ഫ്രീഡം ഫ്ലോട്ടിലയിലെ തൻ്റെ സഹപ്രവർത്തകരോടും ഇസ്രായേൽ അധികൃതർ മോശമായി പെരുമാറി എന്ന ആരോപണവുമായി സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രേറ്റ തുൻബെർഗ്. അവർ പറയുന്നത് തങ്ങളെ പിടികൂടിക്കൊണ്ടുവന്ന ഇസ്രായേൽ അധികൃതർ അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥയിലേക്കാണ് തങ്ങളെ കൊണ്ടുപോയി പാർപ്പിച്ചത് എന്നാണ്. ഇവിടെയുള്ള ഒരു ജയിലിൽ, അതായത് ഫലസ്തീൻ തടവുകാരെ പാർപ്പിക്കുന്ന ഒരു ജയിലിലാണ് ഇവരെയും പാർപ്പിച്ചത്. അവിടെ മുറി മുഴുവൻ വണ്ടുകളായിരുന്നുവെന്നും തങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ പോലും നൽകിയില്ല എന്നും പിടികൂടുന്ന സമയത്ത് മർദ്ദിച്ചു എന്നുമൊക്കെയാണ് ഇവർ ആരോപിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ സർക്കാരാകട്ടെ ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സ്വീഡിഷ് അധികൃതർ ഗ്രേറ്റ തുൻബെർഗിനെ ബന്ധപ്പെട്ടപ്പോൾ അവർ തനിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായി പറഞ്ഞു എന്നാണ്. എന്നാൽ ഇസ്രായേൽ അധികൃതർ പറയുന്നതാകട്ടെ തങ്ങളോട് ഇക്കാര്യം അവർ പറഞ്ഞിട്ടില്ല, പരസ്യമായി ഇക്കാര്യം പറയാൻ തുൻബെർഗ് തയ്യാറുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഗ്രേറ്റയും സഹപ്രവർത്തകരും പറയുന്നത് തങ്ങളെ പിടികൂടുന്ന സമയത്ത് പോലീസ് തലമുടിയിൽ പിടിച്ച് വലിച്ചിഴച്ചു എന്നും മർദ്ദിച്ചു എന്നും ഒന്നും കൂടാതെ ഇസ്രായേലി പതാകകൾ പിടിക്കാൻ അവർ നിർബന്ധിച്ചു എന്നുമാണ്. കൂടാതെ ഗ്രേറ്റ തുൻബെർഗിനെ പിടികൂടിയതിന് തൊട്ട് പിന്നാലെ അതിനെ കൈകൾ കൂട്ടിക്കെട്ടി ഒരു കസേരയിലിരുത്തിയെന്നും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇസ്രായേലി പതാകയും വെച്ചിരുന്നുവെന്നും ഇത് തുൻബെർഗിനെ മനഃപൂർവ്വം അധിക്ഷേപിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നുമൊക്കെയാണ് അവർ പറയുന്നത്. എന്നാൽ ഇസ്രായേൽ അധികൃതരാകട്ടെ ഇതൊക്കെ വെറും തട്ടിപ്പാണ് എന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും സംശയാസ്പദമാണ്. ഈ ഫ്രീഡം ഫ്ലോട്ടില എന്ന് പറയുന്ന വലിയ ബുദ്ധിജീവികളുടെ ഒരു സംഘം, ഏതാണ്ട് 500ഓളം പേർ വിവിധ കപ്പലുകളിലായിട്ടാണ് ഗാസ അതിർത്തിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചത്. നേരത്തെ തന്നെ ഇസ്രായേൽ അധികൃതർ ഇവർക്ക് ഇങ്ങോട്ട് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. വിലക്ക് ലംഘിച്ചുകൊണ്ട് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇസ്രായേൽ സൈന്യം ഇവരെ പിടികൂടിയത്. ഇവരോടൊപ്പം പിടിയിലായ തുർക്കിയിൽ നിന്നുള്ള ചില ആക്ടിവിസ്റ്റുകൾ പറയുന്നത് ഇസ്രായേൽ അധികൃതർ തങ്ങളോട് മോശമായി തന്നെ പെരുമാറി തങ്ങളെ മർദ്ദിച്ചു എന്നൊക്കെയാണ്. ഇസ്രായേലിലെ നെഗേവ് മരുഭൂമിയിലെ ഒരു തടവറയിലാണ് ഇവരെ പാർപ്പിച്ചിരുന്നത്. അസഹ്യമായ ചൂടാണ് ഇവിടെ അനുഭവപ്പെട്ടത് എന്നും തങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള സഹായങ്ങൾ നൽകാൻ ജയിൽ അധികൃതർ തയ്യാറായില്ല എന്നുമാണ് ഇവർ ആരോപിക്കുന്നത്. തങ്ങളുടെ പലരുടെയും ആരോഗ്യസ്ഥിതി വളരെ മോശമായി എന്നും ഇവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഗ്രേറ്റ തുൻബെർഗ് പറയുന്നത് തൻ്റെ ശരീരമാസകലം ഈ വണ്ടുകൾ കടിച്ച പാടുകളാണ് എന്നാണ്. എന്നാൽ ഇസ്രായേൽ അനുകൂലികളായ പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വാർത്തയ്ക്ക് ചുവടെ വന്ന് പ്രതികരിക്കുന്നത് ഈ ഇത്രയും തട്ടിപ്പ് നടത്തുന്ന ഈ സംഘത്തെ പിന്നെ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കണമായിരുന്നോ എന്നാണ്. കാരണം വളരെ നാളുകളായി നിരവധി നാടകങ്ങളാണ് ഗ്രേറ്റ തുൻബെർഗും സംഘവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ജൂണിലും ഇവർ ഇത്തരത്തിൽ ഇങ്ങോട്ട് കടന്നു വരാൻ ശ്രമിച്ചിരുന്നു. അന്നും ഇസ്രായേൽ പോലീസ് അവരെ തടഞ്ഞ് നാട്ടിലേക്ക് അയച്ചിരുന്നു. തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കീഴടങ്ങുക എന്നുള്ളതാണ് ഗ്രേറ്റ തുൻബെർഗിൻ്റെ ഒരു രീതി. എത്രയും വേഗം പിന്നെ നാട്ടിലേക്ക് എത്താനും അവർ ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ തവണ അവരെ ജയിലിൽ പോലും കൊണ്ടുപോകാതെ നേരെ വിമാനത്താവളത്തിലെത്തിച്ച് നാട് കടത്തിയായിരുന്നു. പക്ഷേ ഇക്കുറിയാകട്ടെ ഇത്രയും കഠിനമായ സാഹചര്യങ്ങളുള്ള ജയിലിൽ തന്നെയാണ് ഇസ്രായേൽ പാർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കൃത്യമായ തോതിലുള്ള നടപടി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം സ്വീകരിച്ചത് എന്നാണ് ഇസ്രായേലികളുടെ ഒരു വാദം. ഏതായാലും ഇതിനോടകം തന്നെ ഇസ്രായേൽ സൈന്യം പിടികൂടിയ ആക്ടിവിസ്റ്റുകളൊക്കെ തന്നെ അവരുടെ നാടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇനി എന്നാണ് ഇവർ തിരിച്ചു വരുന്നത് എന്നുള്ളതാണ് ഇവിടെ വരുന്ന ചോദ്യം. കാരണം സ്ഥിരമായി ഇത്തരത്തിലുള്ള തട്ടിപ്പ് നാടകങ്ങൾ നടത്തുക എന്നുള്ളത് ഹമാസിൻ്റെ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഗ്രേറ്റ തുൻബെർഗും സംഘവും സ്ഥിരമായി നടത്തുന്നൊരു കാര്യമാണ്. വെറുതെ പബ്ലിസിറ്റി ഉണ്ടാക്കുക, അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പരമാവധി ഹമാസിനെ ഉയർത്തിക്കാട്ടുകയും ഇസ്രായേലിനെ എഴുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്രയും പേർ ഇപ്പോൾ ഗാസയിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. ഗാസയിൽ നൽകാനുള്ള അടിയന്തര സഹായവുമായി തങ്ങൾ എത്തുന്നതെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ സഹായം ഇസ്രായേൽ സ്വീകരിക്കാം, നേരിട്ട് തരൂ എന്ന് പറഞ്ഞാൽ അവരതിന് സമ്മതിക്കുകയില്ല. ഇത് മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ നടത്തുന്ന ഒരു ശ്രമമായിട്ട് വേണം ഇതിനെ കണക്കാക്കാനെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത്.